24-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് 2 പത്രങ്ങളിൽ ഒരു പരസ്യം വരികയുണ്ടായി. രണ്ടിന്റെയും ക്യാച്ച് വേർഡ് ഒന്നാണ് സർ. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നമ്മളെല്ലാവരും നിശബ്ദ പ്രചരണം നടത്തുന്നതിനിടയിൽ ഒരു വീട്ടിൽ കയറി. സുപ്രഭാതം പത്രമാണ് അവിടെ വാങ്ങുന്നത്. ആ പത്രത്തിൽ ഒരു മനോഹരമായ സുന്ദരിയായ ഒരു മുസ്ലിം കുട്ടിയുടെ മഫ്തയിട്ട ഫോട്ടോയുണ്ട് സർ. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നാണ് അതിന് താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനത് ആ പത്രം കണ്ടു. ഞാൻ നേരെ എൻ്റെ അടുത്ത പെരിന്തൽമണ്ണ ടൗണിലെ ഒരു കോൺവെന്റിലേക്ക് പോയി സർ. അവിടെ ദീപിക പത്രമാണ് അവിടുത്തെ ഡൈനിങ് ഹാളിൽ നിൽക്കുന്നത്. ആ ദീപിക പത്രത്തിലെ 1-ാം പേജാണ് സർ. അതിനകത്ത് ആ മഫ്ത ഇല്ല സർ, ആ പെൺകുട്ടിയില്ല സർ, ആ കലാപമില്ല സർ. അവിടെ മണിപ്പൂരാണ് സർ. അവിടെ കുരിശു പള്ളികൾ തകർന്നടിഞ്ഞ കാഴ്ചയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ നേതാക്കളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ സ്വന്തം ചെയ്തതാണോ അല്ലെങ്കിൽ PR ഏജൻസി ചെയ്തതാണോ? ഇത് നിങ്ങൾ വ്യക്തമാക്കണം. ഇത് PR ഏജൻസി ചെയ്തതാണെങ്കിൽ നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല. കാരണം ആ PR ഏജൻസി മിക്കവാറും BJPക്ക് വേണ്ടി പണിയെടുത്തവർ നേരെ കേരളത്തിൽ വന്നെടുത്ത പണിയായിരിക്കും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇതിനർത്ഥം? എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ എന്താണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത്? മണിപ്പൂരിൽ കുരിശുപള്ളികൾ തകരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണോ ഇതിനർത്ഥം? എന്താണ് ഇതിനർത്ഥം? ഉത്തരേന്ത്യയിലെ കലാപത്തിൽ മുസ്ലിം പെൺകുട്ടികൾ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് സന്തോഷമാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞതിനർത്ഥം? നിങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഇപ്പൊ ഇതാ സേവ്യർ പ്രസംഗിച്ചപ്പോഴും പറയണ്ടായി. ഇതിനേക്കാൾ വലിയൊരു കോമഡി ഇനി പറയാനില്ല എന്നാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് വർഗീയതയുണ്ടെന്നോ നിങ്ങൾ വർഗീയവാദികളാണോ എന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. CPM-നെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും ഇത്ര വൃത്തികെട്ട വർഗീയത ഉപയോഗിക്കാൻ CPM-നോളം നാണം കെട്ട ഒരു പാർട്ടി കേരളത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും.